രാവിലെ തന്നെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ മഞ്ഞപ്പൊടി വാങ്ങാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ആദുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആദു വാങ്ങിച്ചുകൊണ്ട് വരും. എന്നാലും ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ ഇനി മഞ്ഞപ്പൊടി ഇല്ലാത്ത ചിക്കൻ കറി വയ്ക്കാം എന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ചിക്കൻ പൊരിച്ചിട്ട് പിന്നെ അതിൽ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയൊക്കെ വഴറ്റി അതിൻ്റെ അകത്തോട്ട് ചോറിടാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഈ വീഡിയോകൾ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നറിയാമോ? ഒരു കുട്ടിയെ പഠിക്കാൻ വിടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ജോലിക്ക് പോകാതെ നിൽക്കുന്ന ഒരു മഹതിയും ഒരു മഹാനും ഇന്നലെ അവരുടെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവളെന്തെങ്കിലും മക്കൾക്ക് വേവിച്ച് കൊടുക്കുമോ എന്ന്. ഇതേ എന്നെ മുമ്പൊരിക്കൽ ഒരു കിടപ്പ് രോഗി പരിഹസിച്ചത് മക്കൾക്ക് ചന്നം പിന്നെ വേവിച്ച് കൊടുക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കളിയാക്കിയത്. മുമ്പൊരു കിടപ്പ് രോഗി എന്നെ കളിയാക്കിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾക്ക് ഞാൻ വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അന്ന് എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചായക്കട നടത്തിയിരുന്ന അവരുടെ വീടെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് പിറകിലാണ്. അപ്പോൾ ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിൽ അവർ അരി വടിച്ചിടുന്ന കഞ്ഞിവെള്ളം കൊണ്ടുവന്ന് ആ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് പുളിയും മുളകും കൂടി ഇങ്ങനെ പിഴിഞ്ഞ് ആ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തൊഴിച്ച് കുടിച്ച് ഞാൻ വിശപ്പ് മാറ്റിയിട്ടുണ്ട്. എൻ്റെ വിശപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് വിശപ്പറിയരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പേരൻ്റ് ആണെങ്കിലും ഒരു 2 വർഷത്തിന് മുമ്പ് എൻ്റെ മക്കളും വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു നേരത്തെ ആഹാരം വെട്ടിക്കുറച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ, നിവൃത്തിയില്ലാത്തത് കൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എല്ല് മുറിയെ പണിയെടുത്ത് തന്നെയാണ് എൻ്റെ മക്കളെ ഇന്ന് ഞാൻ വയറ് നിറച്ച് തിന്നിക്കുന്നത്. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിന് മരുന്ന് വാങ്ങുകയും എൻ്റെ മക്കൾക്ക് വയറ് നിറച്ചിന് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആത്മനിർവൃതിയുണ്ട്. ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. ആ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ